Hello guys, welcome back to my channel Errorvity Gaming. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്രീഡറാണ്. ബ്രീഡർ ഉണ്ടാക്കുന്നു. ഇതാ ഇവിടെയുണ്ട് റിസോഴ്സ്. ഈ പൊണ്ടാരെന്താ ഇത് പിന്നെ ഈ റെഡ് സ്റ്റോൺ, പിന്നെ ഈ നോർമൽ റെയിൽ അടക്കം ഉണ്ടാക്കാൻ ഞാൻ ഇത്രയും ദിവസം പണിയോട്ടത്. അതുകൊണ്ടാണ് വീഡിയോ വരാൻ കുറച്ച് വൈകിയത്. സോറി. അതുകൊണ്ട് അമ്മ ഒന്ന് ഇത് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഹോവും ക്യാരറ്റും പിന്നെ ഈ ബോണും എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു സാധനം കൂടി എടുക്കാനുണ്ട്. വെള്ളവും കൂടി എടുത്തിട്ട് നമ്മൾ പണിക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെയാണ് ഈ മലിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ വില്ലേജ് ഇരുന്നത്. കുറച്ച് ദൂരം വന്നിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ വെള്ളം വയ്ക്കുന്നു. അതിന് ശേഷം ഇവിടെ കിളയ്ക്കുന്നു. എല്ലാ സൈഡും 4 ബ്ലോക്ക്. ഇതെത്ര ബ്ലോക്കായി? 1 2 3 4 5 ബ്ലോക്ക്. ഒരു സൈഡ് 5 പ്രശ്നമൊന്നുമില്ല. ആ സൈഡ് നേരെ മുട്ടിട്ട് പറഞ്ഞിട്ട് വേണ്ട, ഇവിടെ പൊട്ടിക്കുക. എന്തായാലും ബ്ലോക്ക് വെക്കാനുണ്ട് തന്നെയല്ലേ. ഫുഡ് ഇതാ കയ്യിലിരിക്കട്ടെ. എന്നിട്ട് എല്ലാ സൈഡിലും 4 ബ്ലോക്ക്. ഇപ്പൊ 2 3 4 1 2 3 4. ഇതൊരു ചെറിയ ബ്രീഡറാണ്, എന്നാലും അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുക. 1 2 3 4. ഇനി എല്ലാം ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾ പൊട്ടിക്കുന്ന അതിൻ്റെ മുകളിൽ കയറി തുള്ളിയെ പോരെ. വെറുതെ പൊട്ടിച്ച്. എന്തായാലും എന്നമ്മേനുള്ള ക്യാരറ്റൊക്കെ ഇവിടെ നട്ടു കൊടുക്കണം. ഈ ക്യാരറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ മോബ് ഫാർം ഉണ്ടാക്കിയത്. മോബ് ഫാർമിന് ഒരു സ്കെൽട്ടൺ കിട്ടുമല്ലോ. സ്കെൽട്ടണിന് ഇഷ്ടംപോലെ സാധനം കിട്ടുള്ളൂ. അങ്ങനെ ഒരു സ്കെൽട്ടൺ ഫോർമിൽ തന്നെ ഈ ക്യാരറ്റും കിട്ടി. ഒരു സോംബി വന്ന് സോംബിനെ കൊന്നപ്പോൾ കിട്ടി. അങ്ങനെ സ്കെൽട്ടണിനെ കൊന്ന് കുറേ ബോണും ആക്കി. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രേ ആക്കിയത്. ഇനി നമ്മളിലുണ്ട് ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് ഇപ്പൊ തന്നെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ ഒന്നും വേണ്ട. രണ്ടെണ്ണം ഇട്ടിട്ട് വർക്കായില്ലേ. ഇതിന്ന് 1 കിട്ടിയുള്ളൂ, ഇതിന്ന് 2 കിട്ടി. മതി. എത്ര നോക്കിയിട്ടും ഇത് എൻ്റെ പുറം പോകുന്നില്ലല്ലോ. ഇത് പൊങ്ങി. ഓക്കെ, മൊത്തം 7. മൂന്നെണ്ണം കിട്ടി.
എല്ലാം ഇവിടെ വെക്കണം. ഓക്കെ, ഓൾ സെറ്റ്. ഒന്ന് ബാക്കിയും വന്നിട്ടുണ്ട്. എന്നോട് മൊത്തം ബോൺമീൽ നമ്മളിലുണ്ട്. എന്നിട്ട് നമുക്ക് കഴിയുന്നതുപോലെ എല്ലാം ഒന്ന് വലുതാക്കി എടുക്കണം. അപ്പൊ കുട്ടി പെട്ടെന്നുണ്ടാകും. ഓക്കെ, സോംബി എണ്ണ വരരുത്. കൂടോ എൻ്റെ ഫാർമായിട്ട് തല്ലി പൊട്ടിച്ച പിന്നെ കിട്ടത്തില്ല മോനെ. ഇനി ഞാനടുത്ത അതിൻ്റെ അകത്ത് ഇനി ചെസ്റ്റ് തുറന്ന് ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ ഗൈസ്, ഒരു നെറ്റ് ഇഷ്യൂ തന്നെയാണ്. ഇനി നമ്മ ബിൽഡിംഗ് ബ്ലോക്ക് എടുത്ത് സ്പിരിറ്റാണല്ലേ ഇത്, തലക്കെട്ട് കൊട്ടോ കൊട്ടും. രാത്രിയായി ഇത്. വെറുതെ അല്ല, രാത്രി മഴയൊന്നും നിന്നായിരുന്നെങ്കിൽ ഇതാ ഇടുന്നെടുത്തെ. പിന്നെ സൈഡൊന്നും നിനക്ക് എന്തോടെ ഇത്ര കടി? വേറെ അടുത്തനും വരുന്നില്ലല്ലോ. മഴ പോയി. പടച്ചോനെ, ആ സ്കെൽട്ടൻ കത്തി തുറന്നിട്ട് ക്രീപ്പറിനെ കൊല്ലാമ്പോ സ്കെൽട്ടൻ കത്തി ക്രീപ്പറിന്റെ ഓട്ടിങ് മൈൻഡ് ചെയ്യണ്ടായിരുന്നു. രണ്ടും രണ്ട് ബ്ലോക്ക് വെച്ച് ഇങ്ങനെ പണിയണം. ക്രീപ്പർ അണ്ണാച്ചി സമ്മതിക്കൂല. ക്രീപ്പർ അണ്ണാച്ചി നേരത്തെ മര്യാദക്ക് തട്ടിയാ മതിയേന്. ഒരുപാട് കിട്ടു. ഇതിന്റെ മുകളിൽ ഞാനൊരു ഗ്ലാസ് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ലൈറ്റ്നിങ് അടിച്ചത് ചാവുന്നല്ല, മറ്റേത് എന്ത് വിച്ചാവും അത്. പിന്നെ കുട്ടികളും ഉണ്ടാവില്ല, ഒരു ആളും ഉണ്ടായില്ല. ഇതിലേ കയറി വരുമോ? ചിലപ്പോ വരും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാള് സെറ്റ് ചെയ്തത്. എന്തെങ്കിലും ഗുണം ഉണ്ടാവും എപ്പോഴെങ്കിലും. ചെറുതിട്ടിപ്പോയി. കുറച്ച് ഉളക്കും കൂടി അതിന്.
ഈ ബ്ലോക്ക്, ഈ 2 ബ്ലോക്ക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു സാധനം എടുക്കട്ടെ. സ്ട്രാപ്പ് ഡോർ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഇൻവെൻട്രി തന്നെ വെച്ചത്. അവിടെ ഞാൻ ഉണ്ടാക്കിയ ട്രാപ്പ് ഡോർ അവിടെ ഉണ്ടല്ലോ ഇൻവെൻട്രിയില്. അവിടെ കൊള്ളാം. അതിന് മുമ്പ് ഇതും ഓക്കെ. എന്നിട്ട് 2 ബ്ലോക്ക് ഇവിടുന്ന് പൊട്ടിക്കണം ആദ്യം. അതിന് ശേഷം വെക്കാൻ പാടുള്ളൂ ബെഡ്. ഇതുപോലെ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെ വെക്കണം. ഒരു മഞ്ഞ ബെഡ്. ഓക്കെ. അതിനുശേഷം ഈ ബെഡിന് കവർ ഇരിക്കുന്ന രീതിയിൽ ഒരു വാളും. ഒരോട്ട ഇവിടെ ഉണ്ടാവും. അതിനൊക്കെ എടുത്ത് കയറി ഇറങ്ങി വെക്കാനാണ്. സോ ഇനി നമുക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയതിന് ശേഷം കാണാം. സോ ഗുയ്സ്, ഇതാണ് നമ്മളുടെ ബ്രീഡർ അഥവാ വില്ലേജർ ഫാം. ഇവർ 2 ഡിങ്കോൾഫിക്കുകളും ഇവിടെ ഒരു കുട്ടിപ്പിളെ വന്നിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു ഓട്ടയുണ്ട്. നമ്മൾ ഇവിടുന്ന് ഈ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ മൈൻകാർട്ട് വരും. ഇതുണ്ട്. പിന്നെ അത് മൈൻകാർട്ട് വരുമ്പോൾ ഇതിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള വില്ലേജർ ഇതിലേക്ക് ഗ്ലിച്ച് അടിച്ചിട്ട് കയറും. ആ ബ്ലോക്കിൽ നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് കൊണ്ടുപോകാം. ബോട്ടിൽ വെച്ചിട്ടോ മൈൻകാർട്ടിൽ ഉന്തിട്ടോ എങ്ങോട്ടോ ആണെങ്കിലോ. ഇതാണ് നമ്മൾ ഫാം. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. വേണ്ടവർ പോയി ചെക്ക് ചെയ്താൽ മതി. ഇപ്പം തന്നെ ഇവിടെ കുറേ മോബ്സ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഇപ്പം തന്നെ പോവാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ. എൻ്റെ സ്ക്രീനും മാറുന്നില്ല. ചവിടുത്ത് ഹോം പോയിന്റിലേക്ക് അടിയിലേക്കാവും. So let's see.